കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം കേരളത്തെക്കുറിച്ച് മാത്രമല്ലെന്ന് അണിയറ പ്രവർത്തകർ. കേരളത്തിൽ തുടങ്ങി രാജ്യം മുഴുവൻ ലവ് ജിഹാദ് വ്യാപിച്ചത് എങ്ങനെയെന്നാണ് ചിത്രം വിശദീകരിക്കുന്നത്. ഒന്നാം ഭാഗം കേരളത്തെ അടിസ്ഥാനമാക്കിയിരുന്നുവെന്നും സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗും നിർമ്മാതാവ് വിപുൽ അമൃത്ലാൽ ഷായും പറഞ്ഞു. അണിയറ പ്രവർത്തകർ കാര്യങ്ങൾ വിശദീകരിച്ചത് ലവ് ജിഹാദ് ഇരകളെ അണിനിരത്തിയ ശേഷമാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ സിനിമയ്ക്കെതിരെ, കേരള സ്റ്റോറി 2 എന്ന ഈ സിനിമയ്ക്കെതിരെ വലിയ വിദ്വേഷ പ്രകടനങ്ങളാണ് ഇവിടെ കേരളത്തിൽ കണ്ടത്. എന്താണോ കേരള സ്റ്റോറി ആദ്യം ഇറങ്ങിയപ്പോൾ ഉണ്ടായത്, സമാനമായ വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നോ ഡൽഹിയിൽ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കണ്ടത്? നിലമ, കേരള സ്റ്റോറി 2വിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ വിഷയം, ഇവ എല്ലാം തന്നെ വിശദീകരിക്കുന്നതിനായിരുന്നു ഇന്ന് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ, നിർമ്മാതാവ് വിപുൽ ഷായും കൂടാതെ സംവിധായകനായിട്ടുള്ള കാമാഖ്യ നാരായൺ സിംഗും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടത്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരള സ്റ്റോറി അതിൻ്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങൾ നമുക്ക് മുൻപിലുള്ളതാണ്. കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായൊരു വിഷയം ലവ് ജിഹാദ് എന്നുള്ളത്, അത് എത്രത്തോളം ആളുകളെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നത് തുറന്നു കാണിക്കുന്നൊരു ചിത്രമായിരുന്നു കേരള സ്റ്റോറി. അതിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുമ്പോൾ, അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതിനെ രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് വലിയ വിമർശനങ്ങളും അല്ലെങ്കിൽ പരാതികളും, അത് കേരളത്തെ അപമാനിക്കുന്നതാണ് എന്നൊരു നരേഷൻ സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിനെ വളരെ കൃത്യമായി തന്നെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് വിപുൽ ഷാ വളരെ കൃത്യമായി അതിനെ വിശദീകരിക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്നുള്ളത് രാജ്യം നേരിടുന്നൊരു ഭീകരമായിട്ടുള്ള വസ്തുത തന്നെയാണ്. അത് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഇക്കാര്യം അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ കേരള സ്റ്റോറി 2 എന്നുള്ളത് വെറും കേരളത്തെ മാത്രം ആസ്പദമാക്കിയുള്ള ചിത്രമല്ല. കേരളത്തിൽ നിന്ന് തുടങ്ങി രാജ്യമെമ്പാടും വ്യാപിച്ച ലവ് ജിഹാദിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ നിർമ്മാതാവും ഒപ്പം സംവിധായകനും ഒരുപോലെ വ്യക്തമാക്കിയത്. ഡൽഹിയിൽ ലവ് ജിഹാദിന് ഇരയായിട്ടുള്ള ആളുകളെ, അതിൻ്റെ യഥാർത്ഥ ഇരകളെ വേദിയിൽ അണിനിരത്തിക്കൊണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ചിത്രം നിർമ്മിക്കാൻ ഇടയായതെന്നും ഒപ്പം ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ റിസർച്ച് എത്രത്തോളം നടത്തി എന്നുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ നിർമ്മാതാവ് വിപുൽ ഷായും കൂടാതെ കേരള 2 ചിത്രത്തിൻ്റെ സംവിധായകനായിട്ടുള്ള കാമാഖ്യ നാരായൺ സിംഗും ഈ കാര്യം വിശദീകരിച്ചത്. നീലിമ. ഓക്കെ ജിഷ്ണു, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് ഡൽഹിയിൽ നടന്നത്. കേരള സ്റ്റോറി 2 എന്താണ് അതിൻ്റെ പ്രമേയം, എന്തടിസ്ഥാനത്തിലാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ് ഡൽഹിയിൽ നടന്നത്. ജിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.